നോക്കാതെ മഞ്ഞിൽ മായുന്ന മൂകസന്ധ്യേ ഈറന്നിലാവിൻ ഹൃദയത്തിൽ നിന്നൊരു പിൻവിളി കേട്ടില്ലേ മറുമൊഴി മിണ്ടിയില്ലേ ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ മഞ്ഞിൽ മായുന്ന മൂകസന്ധ്യേ. അപ്രതീക്ഷിതമായി സംഭവിച്ച ആ വിയോഗത്തെ തുടർന്ന് ഒപ്പമെത്തിയ ഒട്ടനവധി സിനിമാ പ്രവർത്തകർ, കൂടെയുണ്ടായിരുന്ന ആത്മബന്ധമുള്ളവർ, അവർ ഇന്നും ഈ സംസ്കാര ചടങ്ങുകൾക്കൊപ്പം ശ്രീനിവാസനൊപ്പമുണ്ടായിരുന്നു. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരാകട്ടെ, സിനിമാ രംഗത്തെ പ്രമുഖരാകട്ടെ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരാകട്ടെ, അവരെല്ലാം ശ്രീനിവാസൻ്റെ വിയോഗം കണ്ണീരോടെ തന്നെയാണ് അവർ ഓർത്തിരുന്നത്. ചെറിയ വാക്കുകളിലൊന്നും ഒതുക്കാനാവാത്ത വിധം വാക്കുകളിലൂടെ തന്നെ പരമാവധി അത് പുറത്ത് കാണിക്കാൻ ശ്രമിച്ചെങ്കിലും തങ്ങളുടെ ഉള്ളിലുള്ള സങ്കടം പുറത്ത് കാണിക്കാത്ത വിധം ഉള്ളിലൊളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പലരും വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രീനിവാസനെ നമ്മൾ അടുത്തറിഞ്ഞത് മകൻ ധ്യാൻ ശ്രീനിവാസൻ്റെ അഭിമുഖങ്ങളിലൂടെയായിരുന്നു. ചിരിയോടെ മാത്രം അഭിമുഖങ്ങളിൽ സംസാരിച്ചിരുന്ന ധ്യാൻ ശ്രീനിവാസൻ അച്ഛൻ്റെ വിയോഗത്തിൽ വിതുമ്പുന്ന കാഴ്ച ഏറെ സങ്കടകരമായിരുന്നു. ഒട്ടനവധി ചിത്രങ്ങളുടെ ഓർമ്മകൾ പങ്കുവെച്ച്, അതായത് മനസ്സിൽ പങ്കുവെച്ചുകൊണ്ട് സത്യൻ അന്തിക്കാട് ആ മൃതശരീരത്തിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. ഈ വിയോഗം അറിഞ്ഞ ആ നിമിഷം മുതൽ ആ മനസ്സ് വിതുമ്പുകയായിരുന്നു. മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും അദ്ദേഹം വിതുമ്പിക്കൊണ്ടാണ് നമ്മളോട് പ്രതികരിച്ചത്. ശേഷം ഇന്ന് ആ ചിതയ്ക്കരികിൽ, ആ ചിതയിൽ വെച്ച ശ്രീനിവാസൻ്റെ മൃതശരീരത്തിന് മുകളിൽ ഒരു പേനയും ഒരു പേപ്പറും വെക്കുമ്പോൾ ആ പേനയ്ക്കും പേപ്പറിനും സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും തമ്മിലുണ്ടായിരുന്ന ആത്മബന്ധത്തിൻ്റെ ആഴമുണ്ടായിരുന്നു എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായതാണ്. ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ മഞ്ഞിൽ മായുന്ന മൂകസന്ധ്യേ. കഴിഞ്ഞ ദിവസം ടൗൺ ഹാളിൽ നടന്ന പൊതുദർശനത്തിന് 1000-ലധികം ആളുകളാണ് എത്തിച്ചേർന്നത്. അതിൽ മലയാളത്തിൻ്റെ അതികായന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ തന്നെ എത്തിച്ചേർന്നിരുന്നു. നടൻ ദിലീപും ടൗൺ ഹാളിൽ ശ്രീനിവാസനൊപ്പം ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം കണ്ടനാട്ടെ വീട്ടിലേക്ക് രാഷ്ട്രീയ പ്രമുഖരും സാംസ്കാരിക പ്രമുഖരും സിനിമാ രംഗത്തെ പ്രമുഖരും അമ്മ സംഘടനയെ പ്രതിനിധീകരിച്ചുള്ള ഒട്ടനവധി പേരും ഒപ്പം ഈ പ്രവർത്തനത്തിന്, അതായത് വിയോഗത്തിന് ശേഷമുണ്ടായ ക്രമീകരണങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് ആദ്യഘട്ടം മുതൽ കൂടെയുണ്ടായിരുന്ന നടൻ രഞ്ജി പണിക്കരും അവസാനം ചിതയെരിയുന്നവരെ ഒപ്പമുണ്ടായിരുന്നു ആ കുടുംബത്തോടൊപ്പം. ശ്രീനിവാസൻ ഇനി നമ്മളോടൊപ്പമില്ല. ശ്രീനിവാസൻ ഇല്ലാത്ത ഒരു മലയാള സിനിമാ ലോകമാണ് ഇനി അങ്ങോട്ടുള്ള നാളുകൾ എന്ന് പറയുന്നത്. എന്നാൽ ശ്രീനിവാസൻ്റെ ഓർമ്മകൾ എവിടെയും പോകുന്നില്ല. കാലം മായ്ക്കാത്ത രീതിയിൽ അതങ്ങനെ നമ്മുടെ മനസ്സുകളിൽ തങ്ങി നിൽക്കും. ശ്രീനിവാസൻ സമ്മാനിച്ച സംഭാഷണങ്ങൾ, ശ്രീനിവാസൻ്റെ തൂലികയിൽ പിറന്ന ഒട്ടനവധി കഥാസന്ദർഭങ്ങൾ, കഥാമുഹൂർത്തങ്ങൾ, ചിരിപ്പിച്ച ചിന്തിപ്പിച്ച ഒട്ടനേകം നിമിഷങ്ങൾ, അതിനി അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കാനുള്ളതാണ്. ഓർത്തോർത്ത് ഒരു വിങ്ങലോടെ അതങ്ങനെ അടുക്കാനുള്ളതാണ്. ഇനിയൊരു ശ്രീനിവാസൻ മലയാള സിനിമയിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കി വെച്ചുകൊണ്ടാണ് ആ ഒരു വിയോഗമെന്നുള്ളത്. എന്നാൽ
അതിനുത്തരം ശ്രീനിവാസൻ തന്നെ നൽകിയിട്ടുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. മറക്കണം, മറന്നേ പറ്റൂ. ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനോടൊപ്പം പ്രസാദ് കാളിദാസൻ, കേരള വിഷൻ ന്യൂസ്.